ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഈ ഷോക്കേസ് ഒന്ന് വൃത്തിയാക്കുന്നത് കാണിച്ചു തരാം. കുറേ നാളായി നമ്മളിതൊന്ന് ക്ലിയർ ആക്കിയിട്ട്. കൂടുതലും ഇത് മോക്ക് കിട്ടിയ ട്രോഫിയും അതും ഇതുമൊക്കെയാണ്. ഇങ്ങനെയൊക്കെ നീറ്റാക്കാതെ കിടക്കുവാണ്. പിന്നെ വേണ്ടിയില്ലാത്ത കുറേ സാധനങ്ങളും എല്ലാം ഇതിനകത്താണ് വച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓണമായിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് നല്ലവണ്ണം സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാം ഒന്ന് കാണിക്കാം. സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഷോക്കേസ് ഇപ്പം അവിടെ ഇരുന്നതെല്ലാം ഈ സൈഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രോഫികളെല്ലാം കുറച്ച് ഇവിടെയുണ്ട്, ബാക്കിലോട്ടും ഉണ്ട്. കാണാൻ പറ്റത്തില്ല, പക്ഷെ അങ്ങനെ നമുക്ക് വയ്ക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഒന്ന് കുറേ നാളുകൾ കൂടി നമ്മളൊന്ന് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ മോള് കളിച്ച കളിപ്പാട്ടങ്ങൾ വരെയും നമ്മുടെ കയ്യിലുണ്ട്, ഒന്നും കളഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്നുണ്ട്. കാറ് 2 കാർ അങ്ങോട്ട് ഇരിപ്പുണ്ട്. കുറേയൊക്കെ വേറെ ആരൊക്കെയോ വന്നപ്പോൾ കളിക്കാനൊക്കെ കൊടുക്കും. ഇവിടെ ഒരു കാറുണ്ട്. കളിക്കാനൊക്കെ കൊടുക്കുമ്പം ആ കുട്ടികളങ്ങ് കൊണ്ടുപോകും. അവിടെ ഒരു പാവ ഇരിപ്പുണ്ട്. ഇവിടെയും ഒരു പാവ. പിന്നെ ഒരു തോക്ക് പോലെ ഉണ്ട്, അകത്തോട്ടാണ്. പണ്ട് കളിച്ചതാണ് തോക്ക്. ഇതൊക്കെ ഇപ്പം ആരും സൂക്ഷിക്കത്ത് പോലും ഇല്ല. കുഞ്ഞിലേ കളിച്ചതാണ്. തൊട്ടിലിൽ കെട്ടി ആടുന്ന സമയത്ത് ഇതിങ്ങനെ കിലുക്കി കൊടുക്കുന്നു. ഇപ്പോഴും ചാക്കിലൊക്കെ എല്ലാം ഉണ്ട്. കണ്ടോ, ഇതൊന്നും ആരും സൂക്ഷിക്കത്തില്ല നമ്മൾ. പക്ഷേ ഇപ്പോഴും നമ്മൾ കളയാതെ വീണ്ടും വെച്ചേക്കുവാണ്. അവിടെ എല്ലാം കളിച്ച സാധനങ്ങളാണ് അത്രയും. അപ്പോൾ അതൊന്നും നമുക്ക് കളയാനായിട്ട് തോന്നിയില്ല. ഇത് കളിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഇതിൽ വെള്ളം കാണുമായിരുന്നു, വെള്ളമില്ല. ഇപ്പോൾ ഇങ്ങനെ ആകുമ്പം ഒരു റൗണ്ടുണ്ട്. അത് മേളിലോട്ടും താഴോട്ടും വരും. ഇതിനകത്ത് കിടക്കുന്ന കുഞ്ഞു റൗണ്ട് പോലത്തത് അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മറ്റേ വളയുണ്ടല്ലോ, ഇങ്ങനെ റബ്ബറിൻ്റെ ഇങ്ങനെ, അത് ഈ പിയാനോ പോലെയുള്ളത് എല്ലാം ഒന്നും കളയാൻ തോന്നുന്നില്ല കേട്ടോ. അതാണ് വീണ്ടും നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ അടുക്കി വെച്ചത്. കളയാനായിട്ട് ഒട്ടുമേ തോന്നുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ട്രോഫിയൊക്കെ ഒരുപാട് പൊടി അടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി. ഇനി നല്ല തറയെല്ലാം നല്ല കോലത്തിൽ കിടപ്പുണ്ട്. എല്ലാം നല്ലോണം നീറ്റാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ കൃഷ്ണന്മാരൊക്കെ ഇരിക്കണുണ്ടോ? കൃഷ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുണ്ടല്ലോ ഇതിനകത്തോട്ടൊരു കൃഷ്ണനെ ഉള്ളു കേട്ടോ. ഗുരുവായൂർ പോകുന്ന സമയത്ത് മൊത്തം ഇത് തന്നെ വാങ്ങുമായിരുന്നു. ബാക്കിലോട്ടുമൊക്കെ കൃഷ്ണനുണ്ട്. അപ്പം നമ്മുടെ ഈ പഴയ ഓർമ്മകളും കൂടെ ആണല്ലേ. നമ്മുടെ മക്കൾ കളിച്ചതും നമ്മുടെ മക്കൾ പഠിച്ച് വാങ്ങിയതും കളിച്ച് വാങ്ങിയതും ഓരോ കോമ്പറ്റീഷനിൽ പങ്കെടുത്തതും എല്ലാം ഉണ്ട്. എല്ലാം ചേർന്ന ഒരു ട്രോഫിയുടെ ഒരു ഇതാണ് ഇതിനകത്ത് എല്ലാം. അപ്പം നമ്മൾ ഇടയ്ക്കെങ്കിലും അതൊന്ന് തട്ടിക്കുടഞ്ഞ് വെക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോഴാണ് അതിന് സമയമായത്. ഞാൻ ചിങ്ങം ഒന്നിനെല്ലാം ശരിയാക്കി എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നും വിചാരിക്കും തോറും ഇതങ്ങ് നീങ്ങി അങ്ങ് വയ്ക്കൊണ്ടേയിരിക്കുവാണ്. അപ്പം ഇന്നാണ് അതിന് സമയമായതെന്ന് തോന്നുന്നു. അപ്പം ഇത്രയും തന്നെയാണ് നമ്മുടെ ഇവിടെയൊക്കെ വലിയ ട്രോഫിയാണ് കേട്ടോ. കാണാൻ വയ്യല്ലേ. ഇത് നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ട്രോഫിയാണ്. അത് ആ സൈഡിലേ ഇരിക്കുകയുള്ളൂ. പൊക്കം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടേ. ഇതൊക്കെ തന്നെയാണ് വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.